ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ ആവേശം നിറയുമ്പോൾ മത്സരാർത്ഥികൾക്ക് രുചികരമായ ഭക്ഷണം വിളമ്പി ഭക്ഷണ കമ്മിറ്റി. അധ്യാപക സംഘടനയായ KSTA ആണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല നിർവഹിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കോതക്കുറിശ്ശിയിൽ നടക്കുന്ന ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവ നഗരിലെത്തിയ മത്സരാർത്ഥികൾക്കായി രുചിക്കൂട്ടുള്ള ഭക്ഷണമാണ് ഭക്ഷണ കമ്മിറ്റി വിളമ്പിയത്. ആദ്യ ദിവസം വെജിറ്റബിൾ ബിരിയാണിയും 2ാം ദിവസം ഗോതമ്പ് പായസത്തോടു കൂടിയ 6 വിഭവങ്ങളടങ്ങിയ രുചിയേറുന്ന സദ്യയുമാണ് സജ്ജമാക്കിയത്. 3ാം ദിവസവും ഒട്ടും കുറവുണ്ടായില്ല. ചോറിനൊപ്പം മോരുകറിയും ഉപ്പേരിയും അച്ചാറും പപ്പടവും രസവും കൂട്ടുകറിയും പായസവും സ്നേഹത്തോടെ വിളമ്പി. കഴിഞ്ഞ ദിവസം മാത്രം 3000-ഓളം പേർ ഭക്ഷണം കഴിച്ചതായി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കൂടല്ലൂർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് പാചക ചുമതല. 11:45 ഭക്ഷണം കൗണ്ടറുകളിൽ വിതരണത്തിന് സജ്ജമാകും. മത്സരാർത്ഥികൾക്ക് അധിക നേരം വരി നിൽക്കാതെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും അധ്യാപകരെയും അനധ്യാപക വിദ്യാർത്ഥികളെയും സന്നദ്ധരായ മറ്റ് വളണ്ടിയർമാരെയും ഉപയോഗപ്പെടുത്തിയാണ് ഭക്ഷണ വിതരണം. ആവശ്യാനുസരണം വയറു നിറയെ കൗണ്ടറുകളിൽ നിന്നും വാങ്ങിക്കഴിക്കാം. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ഭക്ഷണം ലഭിക്കാതെ പോകരുത് എന്ന കരുതലോടെയാണ് ഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ ഇടപെടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് KSTA ആണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. കൂടല്ലൂർ മണികണ്ഠൻ എന്ന് പറയുന്ന പ്രശസ്തനായ പാചകക്കാരനെയാണ് നമ്മൾ അതിനായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 50ഓളം അധ്യാപകരും കുറച്ച് BA ട്രെയിനീസിനും കൂടിയിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഒരു കുട്ടികൾക്കും ബുദ്ധിമുട്ടില്ലാതെ കലോത്സവത്തിന് പങ്കെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക, അധിക നേരം വെയിലത്ത് നിർത്താതെ ക്യൂലൊന്നും നിർത്താതെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുത്തുള്ള ദൗത്യം. രുചികരമായ ഇപ്പോൾ 2 ദിവസം ഇന്നലെയും ഇന്നും സദ്യയാണ്. ചോറ്, സാമ്പാർ, ഉപ്പേരി, പപ്പടം അടങ്ങുന്ന പായസം അടങ്ങുന്ന 2 ദിവസം സദ്യയും, ആദ്യത്തെ ദിവസം 1ാമത്തെ ദിവസം വെജിറ്റബിൾ ബിരിയാണിയും സലാഡൊക്കെ ആയിട്ടുള്ള സദ്യ ഭക്ഷണമായിരുന്നു. ഇനി നാളെ നമ്മൾ നെയ്ച്ചോറും കുറുമക്കറിയൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 3000-ഓളം ആളുകളാണ് ഇന്നലെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചത്. ഇന്ന് 2500-ഓളം ആളുകൾ വരും. നാളെ ഒരു കലോത്സവത്തിൻ്റെ ഇനം കുറവായത് കാരണം 1500 ആളുകളാണ് നാളേക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. ഇത്രയും ആളുകളെ ഒരു തിരക്കും കൂടാതെ DS ഓഡിറ്റോറിയത്തിൽ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിപ്പിച്ച് അവരെ പ്രോഗ്രാമിന് പങ്കെടുപ്പിക്കുക എന്നുള്ള വലിയ ഉദ്യമമാണ് KSTA ഏറ്റെടുത്തിട്ടുള്ളത്. അത് വിജയകരമായി തന്നെ ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റി അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.